ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 153-ാം എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങളുടെ പഠനത്തിലൂടെയും ധ്യാനത്തിലൂടെയും ആത്മീയ ചൈതന്യവും സ്വയം പര്യാപ്തതയും ആധ്യാത്മിക വളർച്ചയും വിശുദ്ധിയും പ്രാപിക്കുവാൻ ഈ പഠനമിടയാകട്ടെ എന്ന ആമുഖമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. ലാസ്റ്റ് എപ്പിസോഡുകളിലായി 37-ാം സങ്കീർത്തനം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ എപ്പിസോഡിൽ 37-ാം സങ്കീർത്തനം 32 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. ദുഷ്ടൻ നീതിമാനായി പതിയിരുന്ന് അവനെ കൊല്ലുവാൻ നോക്കുന്നു. യഹോവ അവനെ അവൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല. ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയുമില്ല. യഹോവയ്ക്കായി കാത്തിരിക്കുക, അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുക. എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും. ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലേ പോയപ്പോൾ അവനില്ല. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക. അങ്ങനെയുള്ള മനുഷ്യൻ്റെ അന്ത്യം സമാധാനമുള്ളതായിരിക്കും. എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും. ദുഷ്ടന്മാരുടെ സന്തതി ഛേദിക്കപ്പെടും. നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു. കഷ്ടകാലത്ത് അവൻ അവരുടെ മാർഗമാകുന്നു. യഹോവ അവരെ സഹായിച്ചു വിടുവിക്കുന്നു. അവർ അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ട് അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു. 37-ാം സങ്കീർത്തനം 32 മുതൽ 40 വരെയുള്ള വേദഭാഗമാണ് നിങ്ങളുടെ മുൻഭാഗം ഞാൻ വായിച്ചത്. ഇതിലെ ആദ്യത്തെ ചില ഭാഗങ്ങൾ ഈ എപ്പിസോഡിൽ നമുക്ക് ധ്യാന വിഷയമാക്കാം. ദുഷ്ടൻ നീതിമാനായി പതിയിരുന്ന് അവനെ കൊല്ലുവാൻ നോക്കുന്നു എന്ന പ്രസ്താവന മുൻ പ്രസ്താവനകളിലൊക്കെ സങ്കീർത്തനക്കാരൻ നടത്തിയിട്ടുള്ളതാണ്. വീണ്ടും ഒരിക്കലൂടി അത് ആവർത്തിച്ചു പറയുന്നു. പതിയിരുന്ന് കൊല്ലുവാൻ നോക്കുന്നു. ഇവിടെ കൊല്ലുക എന്ന പദത്തിന് ജീവൻ എടുക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല, അങ്ങനെ ഒരു അർത്ഥവുമുണ്ട്. അവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നു. അതോടൊപ്പം തന്നെ അവൻ്റെ പേരില്ലാതാക്കുവാൻ, ദുഷ്ടൻ നീതിമാനു വേണ്ടി പതിയിരുന്ന് അവൻ്റെ പേരില്ലാതാക്കുവാൻ, കുടുംബമില്ലാതാക്കുവാൻ, സമൂഹമില്ലാതാക്കുവാൻ, ഓർമ്മയില്ലാതാക്കുവാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വിഷയം നമ്മൾ പരിഗണിക്കുമ്പോൾ കൊല്ലുക എന്ന പദത്തിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. സംസ്കൃതികളെ, പാരമ്പര്യത്തെ, വിശ്വാസത്തെ, ആശയഗതികളെ ഒക്കെ കൊല്ലുവാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു മനുഷ്യനെ കൊല്ലുവാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ ആ വ്യക്തി എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റി മാത്രമല്ല, അവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദുഷ്ടൻ നീതിമാനായി പതിയിരുന്ന് അവനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവൻ്റെ പല കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, പ്രകൃതിയെ ഇല്ലായ്മ ചെയ്യുവാൻ, വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, സത്യത്തെ ഇല്ലാതെ ചെയ്യുവാൻ ഒക്കെ ശ്രമിക്കുന്ന ഒരു ശ്രമമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്നത് പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അതായത് ഈ പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്ന് പറയുന്നത് സത്യാന്തരകാലം. സത്യാന്തരകാലം എന്ന് പറയുന്നത് കള്ളത്തരത്തെ പോലും പലതവണ പറഞ്ഞ് സത്യമാക്കാൻ ശ്രമിക്കുന്ന, സത്യത്തെ കുഴിച്ചു മൂടുന്ന, എന്നാൽ തെളിവുകളും ചുറ്റുവട്ടങ്ങളും അടിസ്ഥാനമാക്കി കള്ളത്തെപ്പോലും സത്യമാണെന്ന് നടിപ്പിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പം ദുഷ്ടൻ നീതിമാനായി പതിയിരുന്ന്
അവനെ ഇല്ലായ്മ ചെയ്യുവാൻ കൊല്ലുവാൻ ശ്രമിക്കുന്നു എന്ന് ദാവീദ് പറയുമ്പോൾ, ദാവീദ് പ്രസ്താവന നടത്തുമ്പോൾ, ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇന്ന് വിശ്വാസത്തെ അതിൽ കളങ്കം ചേർത്ത്, മാലിന്യം ചേർത്ത് കൊല്ലുന്നുണ്ട്. പ്രാർത്ഥനാ രീതികളെ കൊല്ലുന്നുണ്ട്, ആധ്യാത്മികതകളെ കൊല്ലുന്നുണ്ട്, സഭാവീക്ഷണങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട്, വേദവാക്യത്തെ കൊല്ലുന്നുണ്ട്. അതും ഉപദേശങ്ങളിലൂടെ അതിൻ്റെ ജീവനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് ശത്രുക്കളായി മാറുന്നുണ്ട്. നീതിമാനായുള്ള ദുഷ്ടൻ്റെ പതിയിരിപ്പ് പല തലങ്ങളിലൂടെയാണ്. പതിയിരിക്കുക എന്ന് പറയുന്നത് ഒളിച്ചിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. നമ്മൾ പറയത്തില്ലയോ, പുഞ്ചിരിയിലും വഞ്ചനയുടെ ലാഞ്ചനയുണ്ട്. ഈ പതിയിരിപ്പ് ഭൗതിക സ്നേഹത്തിലൂടെയുള്ള സമീപനത്തിലാകാം, അവൻ്റെ ഭക്തിയെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള സ്വാധീനത്തിലൂടെയാകാം, ബുദ്ധി കൊണ്ടുള്ള ഉപദേശത്തിലൂടെയാകാം, അത്തരം ആലോചനകളിലൂടെയാകാം. അപ്പം ദുഷ്ടൻ നീതിമാനായി പതിയിരുന്ന് അവനെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ, ഒരു രീതിയിൽ വളരെ ലഘുവായി പറഞ്ഞാൽ ഒളിച്ചിരുന്ന് വെട്ടിവീഴ്ത്തുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി താത്വികമായി ചിന്താസരണിയിലൂടെ, ഉപദേശങ്ങളിലൂടെ, ഭൗതിക സ്നേഹവായ്പകളിലൂടെ, ആലോചനകളിലൂടെ നീതിമാനെ സമീപിച്ച് നീതിമാൻ്റെ ഭക്തിയെ വ്യർത്ഥമായി പുകഴ്ത്തി അവൻ്റെ നീതിയെ നശിപ്പിക്കാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. എവിടെയും നമ്മൾക്ക് കാണാവുന്നതാണ്. സാത്താൻ്റെയും വലിയൊരു പ്രത്യേകത അതാണ്. എല്ലാവരോടും പെട്ടെന്ന് അടുക്കാൻ പറ്റും. ഭീകരന്മാർ സമീപിക്കുന്നത് അങ്ങനെയാണ്, ദുരുപദേഷ്ടാക്കൾ സമീപിക്കുന്നത് അങ്ങനെയാണ്. ഇന്ന് എല്ലാറ്റിലും ഒരു വഞ്ചനയുടെ ലാഞ്ചന കലർന്നതുകൊണ്ട് ദൈവത്തിൻ്റെ നിർമ്മലമായ പാനീയം കുടിക്കുവാനുള്ള ഒരു സാഹചര്യം, വചനമെന്ന മായമില്ലാത്ത പാൽ ഉൾക്കൊള്ളുവാനുള്ള സാഹചര്യം ഇന്ന് പലയിടത്തും തടസ്സപ്പെടുത്തുന്നു. കഴിയുമെങ്കിൽ നീതിമാന്മാരെ പോലും വൃതന്മാരെ പോലും തെറ്റിക്കുവാൻ തക്കവണ്ണം സാത്താൻ നടക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അവൻ വെളിച്ചദൂതൻ്റെ വേഷം കെട്ടി നടക്കുന്നു. അപ്പോൾ ദുഷ്ടൻ നീതിമാനായി പതിയിരുന്നവനെ കൊല്ലുന്നു. നീതിമാനെ കൊല്ലുവാൻ തക്കവണ്ണം അവൻ്റെ അടിത്തറ ഇളക്കിയാൽ മതി. അടിസ്ഥാനം മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് സങ്കീർത്തനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലരും പറയുന്നത്, ഒരു സംസ്കൃതിയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അടിസ്ഥാനപരമായി വിദ്യാഭ്യാസത്തിലും ഉപദേശങ്ങളിലും മാലിന്യം കലർത്തിയാൽ, കളങ്കം കലർത്തിയാൽ ആ സമൂഹം ഒന്നടങ്കം നശിച്ചു പോകും. നീതിയിൽ വളരേണ്ട കുഞ്ഞുങ്ങളെ, യുവാക്കളെ, മുതിർന്നവരെ ജാതിയുടേതും വർഗീയതയുടേതുമായ ആശയങ്ങളിലൂടെ നശിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു വലിയ വിഭാഗം ഇന്ന് നമുക്കുണ്ട്. ഇന്ന് പലപ്പോഴും അടിസ്ഥാനപരമായി മതത്തിലും വിശ്വാസത്തിലുമാണ് ഈ ഒരു പതിയിരിപ്പ് നടത്തുന്നത്, ഈ ഒരു വിഷം കലർത്തുന്നത്. ശാസ്ത്രത്തിൽ കലർത്തുന്നു, ചരിത്രത്തിൽ കലർത്തുന്നു, ഭാവാദികളിൽ കലർത്തുന്നു, കലയിൽ കലർത്തുന്നു, ആരാധനാരീതികളിലും പെരുന്നാളുകളിലും ഉത്സവങ്ങളിലും കലർത്തുന്നു. മനുഷ്യരുടെ നിഷ്കളങ്കമായ ജീവിതചര്യകളിൽ പോലും ഈ പതിയിരിപ്പിൻ്റെ സ്വാധീനം, കൊല്ലുവാനുള്ള സ്വാധീനം, നശീകരണ സ്വാധീനം കലർത്തി പലരെയും ഇല്ലായ്മ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. പ്രിയമുള്ളവരെ, സ്നേഹത്തോടിരുന്ന് എത്ര പേരെ തമ്മിൽ തല്ലിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാരെ തമ്മിൽ തല്ലിക്കുന്നു, മാതാപിതാക്കളെ തമ്മിൽ, അയൽക്കാരെ തമ്മിൽ. ഏതൊക്കെ രീതിയിലാണ്! എത്രയോ ആത്മീക വേഷം കെട്ടി നടക്കുന്ന വ്യക്തിത്വങ്ങൾ കപടതയുടെ ആത്മാവുമായി നടന്ന് എത്ര കുടുംബങ്ങളെയാണ് ചിതറിക്കുന്നത്. നിനക്കെതിരെ നിൻ്റെ സഹോദരൻ ദോഷം ചെയ്തിട്ടുണ്ട്, രക്തബന്ധത്തിൽപ്പെട്ടവൻ കൂടോത്രം ചെയ്തിട്ടുണ്ട്, അവൻ നശിപ്പിക്കാൻ വേണ്ടി ഓടുന്നു. ഇതൊക്കെ കേൾക്കുന്ന സാധുക്കളായ മനുഷ്യർ, നിഷ്കളങ്കനായ മനുഷ്യർ പെട്ടെന്ന് വീണു പോകുകയാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഇതെല്ലാം ഒരു രീതിയിലുള്ള പതിയിരിപ്പുകളാണ്. നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ഏതിലാണോ വീണു പോകുന്നത്, എവിടെയാണോ ബലഹീനതയുള്ളത്, അതിൽ കയറി പിടിക്കുവാൻ ദുഷ്ടനായ സാത്താൻ്റെ ആത്മാവുമായി നടന്ന്
നശീകരണ ശക്തിയായി പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടതകളെയും നമ്മൾ തിരിച്ചറിയണം. അത് മതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, വിദ്യാഭ്യാസത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, വീക്ഷണകോണുകളിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, രാജ്യസ്നേഹത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആഗോള വീക്ഷണത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രീയത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നുകൂടി തിരിച്ചറിവുള്ളവരായി തീരണം. അതുകൊണ്ട് വീണ്ടും പറയുന്ന ഹൃദയപൂർവ്വം പറയുന്നു, 37-ാം സങ്കീർത്തനം ഹൃദയപൂർവ്വം നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. യഹോവ അവനെ അവൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല, ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയുമില്ല. ദുഷ്ടൻ നീതിമാനെ പതിയിരുന്ന് കൊല്ലുവാൻ ശ്രമിക്കുമ്പോഴും യഹോവ അവനെ അവൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല, ന്യായവിസ്താരത്തിൽ കുറ്റം വിധിക്കുകയുമില്ല. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതവും ചര്യകളും വിശ്വാസങ്ങളും യഥാർത്ഥമാണെങ്കിൽ, ഭക്തി യഥാർത്ഥമാണെങ്കിൽ, സമർപ്പണം യഥാർത്ഥമാണെങ്കിൽ അതിൽ കളങ്കം ചേർക്കാനോ പതിയിരുന്ന് വീഴ്ത്തുവാനോ ഒരു ശക്തിക്കും പറ്റത്തില്ല. ദൈവം അവനെ വിട്ടുകൊടുക്കുകയില്ല, ന്യായവിസ്താരത്തിൽ കുറ്റം വിധിക്കുകയില്ല എന്നും പറയുന്നു. എന്നുവെച്ചാൽ ന്യായവിസ്താരത്തിൽ കുറ്റം വിധിക്കുവാൻ തക്കവണ്ണം ബലഹീനതകളിലൂടെ കടന്നു പോകേണ്ട വന്നാലും ആ വഴിത്താരകളെയും കൂടി ദൈവം തമ്പുരാൻ ക്ഷമിക്കും. ന്യായവിസ്താരത്തിന് വിട്ടുകൊടുക്കുകയില്ല. എല്ലാവരും ദൈവത്തിൻ്റെ ന്യായവിസ്താരത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ടവരും ആ ഒരു ന്യായവിധിയുടെ മുൻപാകെ നിൽക്കേണ്ടവരും. എന്നാൽ ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞ് പിന്തുടരുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർക്ക് ന്യായവിസ്താരത്തിൻ്റെ അവസ്ഥ പോലും ഒഴിവായി കിട്ടുമെന്ന് പറയുന്നത് വലിയൊരു വേദശാസ്ത്രമാണ്. അതെ, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിനനുസരിച്ചുള്ള ഫലം കിട്ടും. അന്ത്യന്യായവിധിയിലൂടെ കടക്കാതിരിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ പറയുന്നത്, കർത്താവേ, അന്ത്യന്യായവിസ്താരത്തിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അവിടുന്ന് രാജാവായി കർത്താവായി എഴുന്നള്ളുമ്പോൾ നിൻ്റെ കരുണയുണ്ടാകണം. എന്ന് വെച്ചാൽ നീതിപ്രവൃത്തി വെച്ച് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ സൽപ്രവൃത്തികളൊക്കെ കറപുരണ്ട തുണി പോലെയാണ്. അതിലൊക്കെ ഓരോ കറകളുണ്ട്, ഓരോ വീഴ്ചകളുണ്ട്, ഓരോ ബലഹീനതകളുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഹൃദയംഗമായിട്ട് ഓർത്തോണം, നീതിമാന് കിട്ടുന്ന മറ്റൊരു ഭാഗ്യാവസ്ഥയിലേക്ക് പോകുകയാണ്. അവൻ ഭൂമിയെ അവകാശമാക്കുമെന്ന് പറയുന്നു, ഗമനം സ്ഥിരമാകുമെന്ന് പറയുന്നു, അവൻ്റെ സന്താനം ഭക്ഷണം ഇരക്കത്തില്ലെന്ന് പറയുന്നു. വീണ്ടും പറയുന്നു, യഹോവ അവനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. ആരൊക്കെ നമുക്കെതിരെ പതിയിരിപ്പുകൾ നടത്തട്ടെ, ആലോചനകളെ തെറ്റിക്കാൻ വരട്ടെ, ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ വരട്ടെ, അങ്ങനെയൊക്കെയാണെങ്കിൽ ന്യായവിസ്താരത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം വിട്ടുകൊടുക്കുകയുമില്ല, അതിൽ കുറ്റം വിധിക്കുകയുമില്ല. അതൊരു വലിയ വാഗ്ദാനമാണ്. എൻ്റെ ദൈവം അന്ത്യന്യായവിസ്താരത്തിൽ കുറ്റം വിധിക്കുകയില്ല, ന്യായം വിധിക്കുകയില്ല എന്ന് ഒരു വ്യക്തിക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നീതിമാന് കിട്ടുമെങ്കിൽ നമുക്കെല്ലാവർക്കും അത് കിട്ടാനുള്ള അർഹതയുണ്ട്. എല്ലാവരും ഭയക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അന്ത്യന്യായവിധി. പേടിയാണ് മനുഷ്യൻ. അയ്യോ, ഞാൻ എവിടെ ആയിത്തീരും, എങ്ങനെയായിത്തീരും? പ്രിയമുള്ളവരെ, നീതിയുടെ പാതയിലൂടെ നന്മയിലൂടെ വളർന്ന് ദൈവത്തിൻ്റെ നീതിമാന്മാരും നിഷ്കളങ്കരുമായി തീർന്നാൽ ആ ന്യായവിധി പോലും മാറ്റിത്തരുമെന്നുള്ള ഒരു വലിയ വാഗ്ദാനമാണ് ദൈവം നൽകുന്നത്. അപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അതിവിശാലമാണ്. സങ്കീർത്തനക്കാരന് ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്, എല്ലാം കൂടെ അടുപ്പിച്ച് പറയുകയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സബ്സ്റ്റാൻഷിയേറ്റീവ് പോയിൻ്റ് പറഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് പറയുകയാണ്. ചില കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ, എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അതിനൊരു പ്രസക്തിയില്ല. പ്രസക്തിയില്ല എന്ന് പറയുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയത്തില്ലയോ, പെട്ടെന്ന് ഇന്നുന്ന കാര്യങ്ങൾ കിട്ടുമ്പോൾ ചിലതിനൊന്നും വില കൊടുക്കത്തില്ല നമ്മൾ. ചില കാര്യങ്ങളങ്ങ് എക്സസ് ആയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മൂല്യമില്ലാതെ പോകും. എന്നാൽ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്ന് പോകുമ്പോൾ ഓരോന്നിനും വിലയുണ്ട്. നമുക്കറിയാം, ഭക്ഷണപദാർത്ഥങ്ങൾ പല രീതിയിലുള്ളതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചാൽ നമുക്ക് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാണ്. അങ്ങ് സംശയം തോന്നുകയാണ്, അതാണോ ഇതാണോ നല്ലോന്ന് തോന്നുകയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും എന്നാൽ ഇത് കഴിക്കാം, അപ്പോൾ മറ്റൊന്ന് കഴിക്കാൻ തോന്നും. അപ്പോൾ ഒന്നിനും ഒരു വില വരത്തില്ല, ഒരു മൂല്യം വരത്തില്ല, രുചി തോന്നത്തില്ല. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ഒരു വെജിറ്റേറിയൻ ഫുഡ് നമ്മുടെ മുമ്പിൽ കൊണ്ട് വയ്ക്കുന്നു. വെജിറ്റേറിയൻ കഴിക്കുന്നവരെ സംബന്ധിച്ച് അതെപ്പോഴും രുചിയാണ്. അല്ല, നോൺ വെജ് കഴിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം വെജ് ഫുഡ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവനൊരു വിലയുമില്ല. അതേസമയം നോൺ വെജ് കൊടുക്കാതെ അവൻ്റെ മുൻപിലേക്ക് വെജ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതിനൊരു രുചി കിട്ടും. കാരണം രുചി മുകുളങ്ങളെ, നാവിനെ അതിനനുസരിച്ച് അവൻ പ്രേരിപ്പിച്ച് അതിനെ നിയന്ത്രിച്ച് അതുമായിട്ട് വശംവദമാക്കും. ആയതുപോലെ പ്രിയമുള്ളവരെ, സങ്കീർത്തനക്കാരൻ്റെ ഒരു മെത്തഡോളജി നോക്കിക്കോണം.
നീതിമാന് കിട്ടുന്ന അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം കൂടെ പെട്ടെന്ന് പറയാതെ അതിനൊരു നിയന്ത്രണം കൊടുത്തു. ദുഷ്ടതയുടെ അനുഭവത്തെക്കുറിച്ച് പറയാതെ എല്ലാം കൂടെ പറഞ്ഞ് പെട്ടെന്നൊരു വ്യക്തിയെ ഭ്രാന്ത് പിടിപ്പിക്കാതെ പീഡിപ്പിക്കാതെ അതും ഘട്ടം ഘട്ടമായിട്ട് പറയുകയാണ്, ഓരോന്നായിട്ട് പറയുകയാണ്. അപ്പോൾ ഒന്ന് കേട്ട്, അപ്പോൾ അതുകൊണ്ട് ആലോചിച്ചോണം, ഒന്ന് കേട്ട് നമ്മൾ പറയത്തില്ലേ, സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോൾ 10 പാസ്സായി +2 പോകുന്നു, ഗ്രാജുവേഷൻ എടുക്കുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നു, പിന്നെ മറ്റു പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകുന്നു. ഇങ്ങനെ കോഴ്സുകൾ ഓരോന്ന് മാറി പോകുകയാണ്. ഒന്ന് പാസ്സായി പോകുക. അപ്പം നീതിമാന് കിട്ടുന്ന അനുഭവങ്ങളുടെ ഒരു പ്രത്യേകത അതാ. ഇത് കിട്ടാൻ നീ ആദ്യം പ്രാപ്തനാകും, എന്നിട്ട് അടുത്തത് കിട്ടും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർച്ച കിട്ടും. ദുഷ്ടതയുടെ കാര്യങ്ങളും പറയുകയാണ്. നിൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട ഓരോരോ കാര്യങ്ങളുണ്ട്. ഓരോ തിന്മകൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കണം. നമ്മളുടെ ജീവിതത്തിൽ ഓർത്തോണം, ഇന്ന തിന്മകൾ ഓരോന്നങ്ങ് ഒഴിവാക്കിക്കോ, ഇന്ന കാര്യങ്ങൾ ഓരോന്ന് മാറ്റപ്പെട്ടോ. പക്ഷേ അന്നേരം ഘട്ടം ഘട്ടമായി എല്ലാം ഒഴിവായി പോകുന്ന ഒരു തലമുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് പറയുന്നത്, ന്യായവിസ്താരത്തിൽ നീതിമാനെ കുറ്റം വിധിക്കാത്ത ആ ന്യായവിധിയുടെ കസേരയുടെ മുൻപിൽ നിന്ന് പോലും, ആ ഒരു അവസ്ഥയിൽ നിന്ന് പോലും ദൈവം മോചനം നൽകുമെന്നുള്ള ഒരു തിയോളജി, ഒരു വേദശാസ്ത്രം വലുതാണ്. സങ്കീർത്തനക്കാരൻ ഭക്തൻ എത്ര നിഷ്കളങ്കമായിട്ടാണ് ചിന്തിക്കുന്നത്. നീതിമാനായിരുന്നാൽ, നിർമ്മലനായിരുന്നാൽ, ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചാൽ ന്യായവിധി പോലുമില്ല. ന്യായവിധി ഇല്ലാത്തൊരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അന്ത്യ ന്യായവിസ്താരം ഇല്ല, അതിലേക്ക് കടക്കത്തില്ല എന്ന് ചിന്തിച്ചാൽ നമ്മൾ ചിന്തിക്കുമല്ലോ. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണമെന്ന് പറയുന്നു, രണ്ടാമത്തെ ന്യായവിധി എന്ന് പറയുന്നു. അപ്പോൾ തീപ്പൊയ്കയില്ലാത്ത, ഭീതിയില്ലാത്ത, കുറ്റപ്പെടുത്തലില്ലാത്ത ഒരു അനുഭവം ദൈവം മനുഷ്യന് പകർന്നു നൽകും എന്നുള്ള ഒരു വാഗ്ദാനം കൂടി ദാവീദ് ഇവിടെ നൽകുകയാണ്. വീണ്ടും പറയുന്നു, യഹോവയ്ക്കായി കാത്തിരിക്കുക, അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുക, എന്നാൽ ഭൂമി അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും. സൗമ്യതയുള്ളവരും നീതിമാന്മാരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും ഭൂമി അവകാശമാക്കുമെന്ന് 37-ാം സങ്കീർത്തനത്തിൽ തന്നെ 3 ഭാഗത്തായി നമ്മൾ വായിച്ചു. ഇവിടെ വീണ്ടും പറയുന്നു, ഭൂമിയെ കൈവശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. യഹോവയ്ക്കായിട്ട് കാത്തിരിക്കണം. യഹോവയ്ക്കായി കാത്തിരിക്കുന്നത് എത്ര ഭാഗ്യമാണ്, എത്ര സന്തോഷമാണ്. പാട്ടുകാരൻ പാടിയതുപോലെ, യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശു തൻ്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശു തൻ്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ, യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യഹോവയ്ക്കായിട്ടുള്ളൊരു കാത്തിരിപ്പ് വലുതാണ്. നമ്മൾ ആർക്കു വേണ്ടിയൊക്കെ കാത്തിരിക്കുന്നുണ്ട്. രാവിലെ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്നു, ഡ്രസ്സൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. 2-3 മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുമിച്ചായിരിക്കത്തില്ല വരുന്നത്, പല സമയത്തായിട്ട് വരും. കുഞ്ഞുങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു, ജീവിത പങ്കാളിക്കായിട്ട് കാത്തിരിക്കുന്നു, ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്കായിട്ട് കാത്തിരിക്കുന്നു. കുഞ്ഞ് കാത്തിരിക്കുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അപ്പനോ അമ്മയോ ബന്ധുക്കളോ ഒക്കെ വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ, വല്യപ്പനും വല്യമ്മയൊക്കെ പോയിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിപ്പിന് സ്നേഹത്തിൻ്റെ ഒരു തലമുണ്ട്. അതോടൊപ്പം ചേർന്ന് ചില പ്രതീക്ഷകളുണ്ട്. എൻ്റെ അപ്പം പോയിട്ട് വരുമ്പോൾ, പപ്പ പോയിട്ട് വരുമ്പോൾ, മമ്മി പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരും. പഴയ കാലത്ത് നമുക്കറിയാം, ചിലപ്പോൾ ഒരു മധുരപലഹാരത്തിൻ്റെ പാക്കറ്റായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മാനമായിരിക്കാം. വിദേശത്തു നിന്നും മറ്റും വരുമ്പോൾ കാത്തിരിപ്പ് വലുതാണ്. 1 വർഷവും 2 വർഷമൊക്കെ കൂടുമ്പോഴായിരിക്കും അപ്പനെയോ അമ്മയൊക്കെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കാണുന്നത്. ചിലപ്പോൾ അവരുടെ അമ്മാച്ചന്മാരെ അമ്മാവിമാരെയൊക്കെ കാണുന്നത്, ഉപ്പാപ്പന്മാരെ കാണുന്നത്, സ്നേഹിതരെ കാണുന്നത്. അപ്പോൾ കടന്നു വരുമ്പോഴും ഒരു കാത്തിരിപ്പുണ്ട്. എൻ്റെ പപ്പ പോയിട്ട് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. കൊച്ചു കുഞ്ഞ് കാത്തിരിക്കും. എനിക്കൊരു സൈക്കിളായിരിക്കും, ഒരു നല്ല തുണിയായിരിക്കും, സുഗന്ധദ്രവ്യങ്ങളൊക്കെ ആയിരിക്കും, സ്വീറ്റ്സ് ആയിരിക്കും, മറ്റ് പലതുമായിരിക്കും.
അപ്പോൾ അവരുടെ കാത്തിരിപ്പിന് ഭൗതികമായിട്ട് ഒരു ഉദ്ദേശമുണ്ട്, അത് കിട്ടുകയും ചെയ്യും. പ്രായമായി കഴിഞ്ഞാലും ക്ലേശത്തിലായി കഴിഞ്ഞാലും ഒരു കാത്തിരിപ്പുണ്ട്. ചിലപ്പോൾ ആ കാത്തിരിപ്പിൻ്റെ പിന്നിൽ അപ്പനും അമ്മയും ചിന്തിക്കും, എനിക്കൊന്നും കിട്ടിയില്ലേലും വേണ്ടില്ല, എൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ മതി, മരിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് മരിക്കണം. ഒരു വലിയ കാത്തിരിപ്പ്, സമ്മാനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പുണ്ട്, ഒന്ന് കാണാനുള്ള കാത്തിരിപ്പുണ്ട്, ഒന്ന് കണ്ടാൽ മതി, ഈ ഒരു കാത്തിരിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്ന അനേകം വ്യക്തിത്വങ്ങൾ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ദൈവം മനുഷ്യനായി അവതരിക്കും, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ അവതരിക്കും, അവന് വേണ്ടി കാത്തിരുന്ന ഒരു വലിയ അനുഭവം ഉണ്ടായിരുന്നു. ഇരുളിലും അന്ധകാരത്തിലും ഇരുന്നവർക്ക് പ്രകാശമുദിച്ചു എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടം. അപ്പോൾ യേശുവിനായി കാത്തിരുന്നവരുണ്ട്, തമ്പുരാനായി കാത്തിരുന്നവരുണ്ട്. അപ്പോൾ തമ്പുരാൻ്റെ മനുഷ്യാവതാരത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു തലമുറയിൽ തമ്പുരാൻ അവതരിച്ചു. എല്ലാവർക്കും തമ്പുരാനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. വിശ്വാസി സഭ കുഞ്ഞാടിൻ്റെ മണവാട്ടി കാത്തിരിക്കുകയാണ്. എൻ്റെ മണവാളൻ വരും, എൻ്റെ കർത്താവ് വീണ്ടും വരും, അവൻ രോഗോപശാന്തിയോടുകൂടി രാജാതി രാജാവായി കർത്താതി കർത്താവായി എന്നുള്ളൂ. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ഒരു ഭാഗ്യമാണ്. കാത്തുകാത്തേകനായി നിൻ വരവോർത്തു ഞാൻ, നാളെത്ര നീക്കിയേശുദേവാ, കാണും പ്രപഞ്ചമോ മാറുമെന്നാകിലും മാറാത്ത വാക്കു നീ തന്നതല്ലോ. കാണും പ്രപഞ്ചമോ മാറുമെന്നാകിലും മാറാത്ത വാക്കു നീ തന്നതല്ലോ. സംസാരസാഗരെ നീന്തി നീന്തി ഞാൻ സന്താപത്താലുഴന്നേടുന്നയ്യോ. ആശ്വാസമേകുവാൻ ആനന്ദമേകുവാൻ, എത്ര അർത്ഥവത്തായിട്ടാണ് പിതാക്കന്മാർ പാടിയിരിക്കുന്നത്. കർത്താവെ, നിൻ്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പഴയ നിയമകാലത്തിൽ യഹോവയ്ക്കായി കാത്തിരിക്കണം, യഹോവയ്ക്കായി കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ 2 ഘട്ടങ്ങൾ കഴിഞ്ഞു. യഹോവയ്ക്കായി, അവൻ്റെ രക്ഷകൻ്റെ വരവിനായി കാത്തിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. ആ കാത്തിരിപ്പിന് പ്രതീക്ഷ അർപ്പിച്ചവരുണ്ടായിരുന്നു. എൻ്റെ രക്ഷക, തലമുറകളായി കാത്തിരുന്ന നിന്നെ എൻ്റെ കണ്ണുകൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ ശീമോൻ്റെ ഹന്നായുടെയും സാക്ഷ്യമുണ്ടായിരുന്നു. ഇനിയും ഈ തലമുറയിൽ എൻ്റെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന മറ്റൊരു അനുഭവമുണ്ട്. അതിനുവേണ്ടിയാണ് എത്രയോ പിതാക്കന്മാർ കാത്തിരുന്നത്. എൻ്റെ കർത്താവ് വേഗം വരും. അതുകൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ആമീൻ, കർത്താവായ യേശുവേ വേഗം വരണമേ. കാരണം ഈ ലോകത്തിൽ പലതിനെയും കണ്ട് കൊതി തീർന്നു. ഈ കാഴ്ചകളൊന്നും നമുക്ക് സന്തോഷം തരുന്നില്ല, സമാധാനം തരുന്നില്ല. ഒരു ഭരണാധികാരി വന്നു പോകുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മാറി. ഒരു സിനിമാ താരം, കായിക താരം, അവരെ കാണുമ്പോൾ സന്തോഷം, ബന്ധുമിത്രാദികളെ കാണുമ്പോൾ സന്തോഷം, സ്വന്തക്കാരെ കാണുമ്പോൾ സന്തോഷം. പക്ഷെ ഇതിനൊന്നും ഒരു നിത്യമായ കാഴ്ചയുടെ അനുഭൂതി കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവമുണ്ട്. അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കണം, എന്നാൽ ഭൂമിയെ കൈവശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. അപ്പോൾ യഹോവയുടെ വഴി പ്രമാണിച്ച് നടക്കുന്നവർ ഭൂമിയെ കൈവശമാക്കും. സൗമ്യതയുള്ളവർ, നീതിമാന്മാർ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ, അവൻ്റെ വഴി പ്രമാണിക്കുന്നവർ, അവരൊക്കെ ഭൂമി അവകാശമാക്കും. ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല, ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്തു, സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴച്ചു വളരുന്ന ദുഷ്ടതയുടെ അനുഭവം. ഈ ദുഷ്ടതയുടെ അനുഭവം ഇന്ന് പലയിടത്തും പച്ചപ്പായി നിൽക്കുന്നുണ്ട്. ഉണങ്ങിയതിനെ പോലും കളറടിച്ചു പച്ചപ്പായി കാണിക്കുന്ന ലോകത്ത്, ആർട്ടിഫിഷ്വാലിറ്റിയുടെ കാലത്ത് ചതഞ്ഞതും കെട്ടതുമൊക്കെ ഇന്ന് കളറ് പൂശി മിടുക്ക് കാണിച്ച് നിൽക്കുകയാണ്. ഇന്ന് കളറ് പൂശി ജീവസായി ജീവസുറ്റതായി നിൽക്കുന്ന പലതിനും ജീവനില്ല പ്രിയമുള്ളവരെ.
നമ്മൾ കാണുന്ന ശക്തിയുള്ളതിന് ശക്തിയില്ല, നിറമുള്ളതിന് നിറമില്ല, ഭംഗിയുള്ളതിന് ഭംഗിയില്ല, വ്യാഖ്യാനിക്കാൻ പറ്റുന്നതിന് വ്യാഖ്യാനമില്ല. അതിൻ്റെ അപ്പുറമായൊരു തലത്തിലേക്ക് നിങ്ങൾ ഞാനും ഇന്ന് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓർത്തോണം, സങ്കീർത്തനക്കാരൻ പറഞ്ഞ വാചകം, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല. അതെ, സ്വദേശികമായ പച്ചവൃക്ഷത്തിൻ്റെ അനുഭവം കാണിച്ചുകൊണ്ട്, പ്രകടനാത്മകമായിക്കൊണ്ട്, ആഠ്യത കാണിച്ചുകൊണ്ട്, നാട്യ പ്രകടനത്തിലൂടെ പച്ചിപ്പായി തോന്നിക്കുന്ന പലതുമുണ്ട്. നമുക്കൊക്കെ പലപ്പോഴും തോന്നുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് ചിലരുടെ അനുഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നരുതെന്ന് പറയുന്നത്. ഇതൊക്കെ നാട്യങ്ങളാണ് സഹോദരങ്ങളെ, ഒന്നുമില്ലാത്തതാണ്. ആത്മീയതയിൽ പച്ചപ്പുണ്ടെന്ന് കാണിക്കും, ഭക്തിയിൽ പച്ചപ്പുണ്ടെന്ന് കാണിക്കും, വിശ്വാസത്തിൽ പച്ചപ്പുണ്ടെന്ന് കാണിക്കും, പ്രതീക്ഷയിൽ പച്ചപ്പുണ്ടെന്ന് കാണിക്കും. ദൈവം നൽകാത്ത പച്ചിപ്പൊന്നും പച്ചിപ്പല്ല, അതൊക്കെ ഉണങ്ങിയതാണ്. എത്രമാത്രം പോളിഷ്ഡായി ജീവിച്ചാലും പ്രവർത്തിച്ചാലും അതൊക്കെ പരാജയമാണ്. അതുകൊണ്ട് ദൈവം നൽകുന്ന അനുഭവം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പലതും തകർന്നു പോയത്, വിശ്വാസങ്ങൾ പലതു പോയത്, ആരാധനാലയങ്ങളില്ലാതെ പോയത്, ഭക്തിയില്ലാതെ പോയത്, പ്രഭാഷണങ്ങളില്ലാതെ പോയത്. ദൈവത്തിൻ്റെ സ്വദേശികമായ പച്ചിപ്പില്ലാതെ, ജീവനില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാം തകർന്നു പോകും. അതുകൊണ്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ രൂപാന്തരത്തോടെ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടാകട്ടെ. കാണിക്കാനുള്ളതല്ല, ദൈവത്താൽ നൽകുന്ന ദൈവത്തിൻ്റെ ആ പളുങ്ക് കടലിൻ്റെ അനുഭവത്തോടു കൂടിയുള്ള, ബലിവേദിയിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ആ നദി നൽകുന്ന ശക്തി നൽകുന്ന, തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ആ ഒരു വെണ്മ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.